ഉന്നക്കായ പൊരിച്ചതും പഴംപൊരി മറിച്ചതൊന്നും പടച്ചോന് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം പടച്ചോന് അറിയില്ലായിരുന്നു ആ സമയത്ത്. കാരണം പഴംപൊരിന്റെ കാര്യം പടച്ചോൻക്കൊന്നും അറിയില്ലായിരുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ. നോമ്പായാ തുടങ്ങും യുക്തിവാദികളും എമുക്കളും എല്ലാവരും കൂടെ ഹാപ്പി പട്ടിണി മാസം, നിങ്ങൾ വെറുതെ പട്ടിണി എടുക്കാണ് എന്നൊക്കെ പറഞ്ഞ് നോമ്പിനെ പുച്ഛിക്കുകയും വിശ്വാസികൾ പട്ടിണി എടുക്കുന്നതിന് ഒരു വില കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഞാൻ അതിനെതിരെ രംഗത്ത് വരികയാണ്. നാസർ വരെ കണ്ടുപിടിച്ച നോമ്പിന്റെ 10 ഗുണങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നാസർ സയന്റിഫിക് ആയിട്ട് അംഗീകരിച്ച ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് നോമ്പാണ് ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത് എന്ന് പ്രൂവ് ചെയ്തിട്ടും വെറുതെ ഈ വിശ്വാസികളെ കുറ്റം പറയാനായിട്ട് റമദാൻ മാസം ആകുമ്പോൾ ഇവരിറങ്ങും. പിന്നെ ഈ 10 ഗുണങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇതൊക്കെയാണ്. എന്റെയും നാസറിന്റെയും റിസർച്ച് ഏകദേശം ഒരേ ലെവലാണ്. ഞമ്മന്റെ കിതാബിലുള്ള ബ്ലാക്ക് ഹോൾ തിയറി ഒക്കെ നാസർ ഇപ്പൊ അടുത്താണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല, നോമ്പിന്റെ 10 ഗുണങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നോമ്പിന്റെ ആദ്യത്തെ ഗുണമാണ് ഗുണം നമ്പർ 1, വായ്നാറ്റം. ഒരുപാട് നേരം ഒന്നും കഴിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും വായനാറും. ഈ സ്വയം വായനാറുന്നത് നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ലെങ്കിലും ചുറ്റുള്ള ആൾക്കാർക്ക് നല്ല പ്രശ്നം ഉണ്ടാവും. പക്ഷെ അത് ഞമ്മക്കറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അതിനുള്ള സൊല്യൂഷൻ നബീസ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നബീസ് എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. The smell from the mouth of a fasting person is better in the sight of Allah than the smell of musk. എന്ന് വെച്ചാൽ കസ്തൂരിയേക്കാളും നല്ല മണമാണ് വായ്നാറ്റത്തിന്. ഏത് യൂണിവേഴ്സിലാണ് വായ്നാറ്റത്തിന് കസ്തൂരിനേക്കാളും നല്ല മണം? എന്നാൽ ഇവർക്ക് അവിടെ ചെന്നിട്ട് ഓക്കെ കസ്തൂരിന്റെ മണം വെച്ച് വായ്നാറ്റം റിപ്ലേസ് ചെയ്യുന്ന വിചാരിക്കാം. പക്ഷെ ഈ ലോകത്ത് ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരോ, ഈ മണം കക്കിയിട്ട് കഷ്ടപ്പെട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആലോചിക്കും. എന്നാൽ നല്ലൊരു കാരുണ്യവാനായിട്ടുള്ള പഠിച്ചവനായിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഹദീസ് ഇറക്കേണ്ടിയിരുന്നു. നിങ്ങളെ വായ്നാറ്റം സഹിക്കുന്ന മറ്റുള്ളവർക്ക് ഞാൻ പരലോകത്തെത്തുമ്പോൾ നിങ്ങൾ വായ്നാറ്റം സഹിച്ചതിന് പകരം അവിടെ നമ്മൾ 2 ഊരിമാരെ എക്സ്ട്രാ കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കണം ഹദീസ്. ഓക്കെ, രണ്ടാമത്തെ ഗുണമാണ് വയറ് കിടക്കുക. കുറേ നേരം ഫുഡ് കഴിക്കാതിരുന്നിട്ട് അവസാനമാകുമ്പോൾ ഒറ്റയടിക്ക് ഒരുപാട് ഫുഡ് ഒരുമിച്ച് ഇങ്ങോട്ട് തട്ടുമ്പോൾ നമ്മളെ മെറ്റബോളിസത്തിന് എന്താ സംഭവിക്കുന്നത്? നമ്മളെ വയറിന് എന്താ സംഭവിക്കുന്നത്? വയറിൽ പുണ്ണ് വരിക, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം വരിക, അത് ഇറിറ്റബിൾ ബവൽ ഡിസീസ് ആയിട്ട് മാറുക. ഇങ്ങനെ നമ്മളെ മെറ്റബോളിസം താറുമാറാക്കുക. എന്നിട്ട് അൾസറൊക്കെ വന്ന് കഷ്ടപ്പാടാവുക. എന്നിട്ട് ഈ അൾസറും കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കുക. അപ്പൊ അവര് പറയും ഇതൊക്കെ എവിടുന്ന് എടുത്തു കൊണ്ടുവരുന്നതാണ് വയറിന് കേടാന്നുള്ളത്. നാസർ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആണ് ആരോഗ്യത്തിന് നല്ലത്. അല്ലാണ്ട് എല്ലാ ദിവസവും വെള്ളം പോലും കുടിക്കാണ്ട് പട്ടിണി കിടന്ന് മഗ്‌രിബിന്റെ ടൈം ആകുമ്പോൾ ഫുഡ് കനത്ത പോളിംഗ് ആക്കി ഫുഡ് അടിക്കുന്നതല്ല ആരോഗ്യത്തിന് നല്ലത്. അത് അസുഖം മാത്രമേ വരുത്തി വെക്കുള്ളൂ. അത് എല്ലാ വർഷവും ഡോക്ടർമാരും പറയും, പറയാൻ പേടിയുള്ള ഡോക്ടർമാരുണ്ട്. എന്നാലും എന്തൊക്കെ കേട്ടാലും വീണ്ടും ഇത് ആരോഗ്യത്തിന് നമ്പർ 1 എന്ന് പറഞ്ഞിട്ടാണ് വരിക. നോമ്പിന്റെ മൂന്നാമത്തെ ഗുണമാണ് ക്ഷീണം. ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോഡി ക്ഷീണിക്കും. ഫുഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ നമ്മളെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ക്ഷീണിക്കും. നമ്മൾ ക്ഷീണം വന്ന ശരീരം മാത്രമല്ല ക്ഷീണിക്കുക, നമ്മളെ ബ്രെയിൻ ഫംഗ്ഷനിങ്ങും നമ്മൾ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ് ഒക്കെ ഡൗൺ ആവും. എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളൊരു സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് പെർഫോം ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു ദിവസം പെർഫോം ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും നിങ്ങളെ ബോഡി ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ വേണം. ഇത് ഹൈഡ്രേഷൻ ഇല്ലാണ്ട് പട്ടിണി കിടന്നാൽ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും എന്നെ അടുത്ത എപ്പോഴാണ് ഫുഡ് എന്ന് ആയിരിക്കും ആലോചിക്കുക. എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കിയിട്ട് വേണം മഗ്‌രിബാകുമ്പോൾ ഫുഡ് കെട്ടാൻ. ആ ഒരു മനസ്സ് വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡേ ഫുള്ള് നിങ്ങൾക്ക് നിങ്ങളെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ക്ഷീണിച്ചിരിക്കേണ്ടി വരും. നാലാമത്തെ നല്ല അടിപൊളി ഗുണമാണ്, നമുക്ക് മാത്രമല്ല നമ്മൾ ചുറ്റുള്ള ആൾക്കാർക്കും കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗുണമാണ് റോഡ് ആക്സിഡൻസ്. ഈ നോമ്പിന്റെ സമയത്താണ് റോഡ് ആക്സിഡൻസ് ഏറ്റവും കൂടുതൽ കൂടുന്നത്. കാരണം എന്താണ്? നമ്മള് ഫുഡും വെള്ളം ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻസ് വരുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇമോഷൻസ് അഗ്രിവേറ്റഡ് ആവും. നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ. എന്നിട്ട് ഈ ക്രേസ് വെച്ചിട്ട് കാറൊക്കെ ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ടേ ഇടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മഗ്‌രിബിന്റെ ടൈം ആവാനാകുമ്പോൾ റഷ് ചെയ്ത് വീട്ടിൽ പോയിട്ട് ഫുൾ ആക്സിഡന്റ് ആവുക. ഇത് മിഡിൽ ഈസ്റ്റിലൊക്കെ എപ്പോഴും കണ്ടുവരുന്ന സംഭവമാണ്. ഈ ഒരു സമയത്ത് നോമ്പ് തുറക്കാനുള്ള ആ സമയമാകുമ്പോൾ കൂടുതൽ ആക്സിഡൻസ് ആവുന്നത്. എന്തിനാണ്? ഈ പ്രഹസനത്തിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? അഞ്ചാമത്തെ നല്ല അടിപൊളി ഗുണമാണ് പട്ടിണിയുടെ വില അറിയാം. അടിപൊളി. ഈ പട്ടിണിയുടെ വില അറിയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സന്ധ്യ വരെ ഫുഡ് കഴിക്കാതിരുന്ന് സന്ധ്യ ആകുമ്പോൾ ഫുള്ള് ഫുഡ് അടിക്കുമ്പോൾ ഇങ്ങനെ പട്ടിണി എടുക്കുന്ന ലോകത്ത് ആരെങ്കിലും ഉണ്ടാവുമോ? എന്നുവെച്ചാൽ ലോകത്ത് ഇന്നേ വരെ കാണാത്ത ഫുഡ്
മഗ്‌രിബിന്റെ ടൈമിൽ എടുത്തടിക്കും. അതുപോലെ പട്ടിണി എടുക്കുന്ന ലോകത്ത് ആരാ ഉള്ളത്? രാവിലെ മുതല് സന്ധ്യ ആവുന്ന വരെ, മഗ്‌രിബ് ആവുന്ന വരെ ഫുഡൊന്നും കഴിക്കാതെ, അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഇഷ്ടത്തിന് എവിടെ എന്താ ഫുഡ് വേണ്ടത് അതും ഒക്കെ കിട്ടുന്ന ഒരു പട്ടിണി എടുക്കുന്ന ആൾ ആരാണ്? ഇതാണോ പട്ടിണിയുടെ സിമുലേഷൻ? ഇങ്ങനെയാണോ പട്ടിണി സിമുലേറ്റ് ചെയ്യുന്നത്? ഈ സെയിം ലോജിക് വെച്ച് നിങ്ങൾ വസ്ത്രത്തിന്റെ വില അറിയാൻ ഡ്രസ് ഇല്ലാണ്ട് നടക്കുവോ? ആ ചോദ്യം നിരോധിച്ചിട്ടുണ്ടാവും അല്ലേ? 6ാമത്തെ ഗുണാണ് നിങ്ങൾക്ക് ഫുഡ് വ്ലോഗർ ആവാം. ഇന്നേ വരെ കാണാത്ത ഫുഡൊക്കെ നിങ്ങൾക്ക് നോമ്പിന് കിട്ടിയിരിക്കും. പട്ടിണിയുടെ വില അറിയാന്നൊക്കെ പറയും. എന്നിട്ട് ഇതുവരെ വീട്ടിലുണ്ടാക്കാത്ത, ഇതുവരെ ട്രൈ ചെയ്യാത്ത എല്ലാ സാധനങ്ങളും നോമ്പിന്റെ സമയത്ത് ഉണ്ടാക്കും. അങ്ങനെ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ഫുഡും ആ ഒരു സമയം കൊണ്ട് ട്രൈ ചെയ്യാം. നിങ്ങൾ വർഷം ഫുള്ള് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും നോമ്പിന്റെ സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ആ ഫുഡ് കിട്ടിയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഓസിന് ഫുഡ് വ്ലോഗർ ആവാൻ പറ്റിയില്ലേ? അതൊരു നല്ല ഗുണമായിട്ട് ഞാൻ കരുതുന്നു. 7ാമത്തെ ഒരു നല്ല ഗുണാണ് ഒരു സുപ്പീരിയോറിറ്റി ഫീലിംഗ് ഉണ്ടാവുക. ഇതൊരു സൈക്കോളജിക്കൽ ഗുണാണ് കേട്ടോ. എന്നുവെച്ചാ, ഓ എനിക്ക് നോമ്പുണ്ട്, നീയും നോമ്പെടുക്കൂല, അയ്യേ നീ എന്തൊരാളാണ്, അങ്ങനെ എല്ലാവരും നമുക്ക് ജഡ്ജ് ചെയ്യാം. ആർക്കാ നോമ്പുള്ളത്, നോമ്പില്ലാത്ത ആൾക്കാർ ആരൊക്കെ എന്നൊക്കെ നോക്കിയിട്ട് ഓരോന്നും നോമ്പെടുക്കാത്ത ടീംസാണ്. നമ്മളൊക്കെ എന്തോ വലിയ ആൾക്കാർ, ഒരു നോമ്പെടുക്കാത്ത എന്തൊക്കെയോ മോശം ടീം. അവരൊന്നും പട്ടിണിയുടെ വില അറിയുന്നില്ല. നമ്മള് കുറച്ച് മണിക്കൂർ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ലോകത്തുള്ള പട്ടിണിയുടെ വില അറിഞ്ഞു. നമ്മൾ സൊമാലിയയിലെ പട്ടിണി പാവങ്ങളുടെ പട്ടിണിയുടെ വില നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഗൂയിസ്. കാരണം നമ്മൾ 5 മണിക്കൂർ പട്ടിണി ഇടുന്നു. ബാക്കി സമയം നമ്മൾ ഉറങ്ങായിരുന്നെങ്കിലും ഉറങ്ങുമ്പോൾ നമ്മൾ പട്ടിണി കിടക്കായിരുന്നല്ലോ. അടിപൊളി. ഞാൻ പട്ടിണി എടുക്കുക മാത്രല്ല, ഞാൻ കഴിക്കാതിരുന്നാൽ നിങ്ങളും കഴിക്കാൻ പാടില്ല. ഹോട്ടലൊക്കെ നമ്മൾ അടച്ചുപൂട്ടണം. അങ്ങനെ ഞങ്ങൾ പട്ടിണി എടുക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നൈസായിട്ട് ഫുഡ് കഴിക്കണ്ട. അത് ശരിയാവില്ല. പബ്ലിക്കായിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് കണ്ടിട്ട് കൊതിയാവും. അങ്ങനെ നമുക്ക് പിന്നെ പണ്ടേ കൺട്രോൾ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഫുള്ള് മൂടി വെക്കുന്നത്. കാരണം കയ്യെങ്ങാനും കണ്ടു കഴിഞ്ഞാലോ കൺട്രോൾ പോവും പുള്ളേ. 9ാമത്തെ ഗുണാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. ഉറക്കത്തിന്റെ ഇടയ്ക്ക് നിന്ന് നീട്ടിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡ് ആവും. ഈ കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡ് ആയ ഉറക്കം നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾക്കറിയോ? ഈ ഉറക്കം നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അൾസൈമർ, ഡിമെൻഷ്യ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരു ക്ലീനിങ് മെക്കാനിസം ഉണ്ട്. അത് ക്ലീനിങ് നന്നായിട്ട് നമ്മുടെ ബ്രെയിൻ നടക്കണമെന്നുണ്ടെങ്കിലും, നമ്മുടെ മെമ്മറി കൺസോളിഡേറ്റ് ആവണമെന്നുണ്ടെങ്കിലും, ഒരുപാട് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇൻടാക്റ്റ് ആയിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിലും പ്രോപ്പർ സ്ലീപ്പ് ആവശ്യമാണ്. ഈ സ്ലീപ്പ് നടുക്ക് വെച്ച് ഡിസ്റ്റർബ് ആയി അവിടുന്ന് എഴുന്നേറ്റ് ഫുഡ് കഴിച്ച് നമ്മുടെ മെറ്റബോളിസം ഡിസ്റ്റർബ് ചെയ്ത് നമ്മളെ എക്വിലിബ്രിയം ഒക്കെ ഡിസ്റ്റർബ് ചെയ്തിട്ട് വലിയ കാര്യത്തില് നോമ്പാണ്, സംശുദ്ധിയാണ്, ആത്മശുദ്ധിയാണ് എന്നൊക്കെ പറയാ. എന്നിട്ട് ഹെൽത്ത് കംപ്ലീറ്റ് നശിപ്പിക്കുക. എന്നിട്ട് അതിന്റെ ഫലമായിട്ട് എന്താണ്? ഹെഡേക്ക് വരിക. ഈ ഹെഡേക്ക് വരുന്നത് എങ്ങനെയാണ്? കംപ്ലീറ്റ് ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ ഹെഡേക്ക് വരും. ഇപ്പൊ അടുത്ത് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഹെഡേക്ക് വരാതിരിക്കാൻ ഓട്സ് കഴിക്കുന്നൊക്കെ. ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ് ഈ പറയുന്നത്. ഏതെങ്കിലും ന്യൂട്രീഷനിസ്റ്റ് പറയോ നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുന്നു? വെള്ളം കുടിക്കാതിരിക്കുന്നതിന് ഏതെങ്കിലും ന്യൂട്രീഷനിസ്റ്റ് സപ്പോർട്ട് ചെയ്യുമോ? അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തലച്ചോറിൽ ഈ വൈറസ് കയറിയിരിക്കണം. പ്രത്യേകിച്ച് ഈ എല്ലാ ദിവസവും ചായ കുടിക്കുന്ന ആൾക്കാർ, എല്ലാ ദിവസവും കഫീൻ കൺസംഷൻ ഉള്ള ആൾക്കാർ, കോഫി കുടിക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് നിർത്തി വെച്ചാൽ ഹെഡേക്ക് വരും. അങ്ങനെ ഈ ഹെഡേക്ക് ഒക്കെ സഹിച്ച് പഠിച്ചവൻ നമ്മൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ പുറത്തു വരും എന്ന് പറയും. എന്ത് പാപങ്ങളാണ് നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നത്? അതാദ്യം ഒന്ന് കേൾക്കട്ടെ. ഇത്രയും പശ്ചാത്താപം കേട്ട തോന്നും ഒരുപാട് പാപങ്ങൾ ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുകയാണെന്നുള്ളത്. എന്നിട്ട് എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി അപേക്ഷിക്കണം? എന്നിട്ട് സ്വർഗത്തിൽ ചെന്നിട്ട് എന്താണുള്ളത്? ഈ സെയിം മദ്യപ്പഴം ഈത്തപ്പഴം തന്നെയല്ലേ ഉള്ളൂ. നിങ്ങൾ ഇവിടുന്ന് നോമ്പ് തുറക്കുന്ന അത്രയും ഫുഡ് സ്വർഗത്തിലില്ല. കാരണം ഈ ഫുഡ് ഉള്ളതൊന്നും പടച്ചോനെ അറിയില്ല. ഉന്നക്കായ പൊരിച്ചതും പഴംപൊരി മറിച്ചതൊന്നും പടച്ചോനെ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം പടച്ചോനെ അറിയില്ലായിരുന്ന സമയത്ത്. കാരണം പഴംപൊരിന്റെ കാര്യം പടച്ചോനക്കൊന്നും അറിയില്ലായിരുന്നു. ഫൈനൽ ഗുണം അഥവാ 10ാമത്തെ ഗുണം ആണ് ഉള്ള അസുഖം വർദ്ധിപ്പിക്കുക. നിങ്ങൾ BP ഉള്ള ആളാണോ, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ അസുഖം നോമ്പ് വന്നാൽ ഒന്ന് കൂട്ടിത്തരും. പൊതുവെ ആ വിശ്വാസികൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നോമ്പ് വന്നാൽ അസുഖങ്ങളൊക്കെ മാറും, നമ്മുടെ ശരീരം ഒന്ന് ശുദ്ധിയാവുന്നൊക്കെ. ഒരിക്കലും ഇല്ല. ഞാൻ വല്യമാരൊക്കെ കണ്ടിട്ടുണ്ട്, ഇവര് മരുന്ന് കഴിക്കാതെ നോമ്പ് തുറക്കുമ്പോൾ ഡോക്ടർ ഉച്ചക്കും രാവിലെയും വൈകുന്നേരം കഴിക്കാൻ കൊടുത്ത മരുന്ന് ഇതെല്ലാം കൂടെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്കും കൊണ്ട് കുടിക്കും. അങ്ങനെ കഴിച്ചാൽ മരുന്നിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവോ? എന്നിട്ട് ഈ BP-യും ഡയബറ്റീസ് ഒക്കെ കൂടി ഹോസ്പിറ്റലിൽ ഒറ്റ പോക്കാണ് പെരുന്നാളിന്റെ സമയത്ത്. എന്ത് പ്രഹസനാടോ സജി. ഇപ്പൊ കുറെ ആൾക്കാർ വന്ന് മെഴുകും, ഇത് നാസർ കണ്ടുപിടിച്ചിട്ടുണ്ട്, നോമ്പ് നല്ലതാണ്, അത് എത്രയോ ഡോക്ടർമാർ വന്ന് പറയുന്നു, എത്രയോ ഹിന്ദുക്കളായ ആളുകൾ നോമ്പെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സയന്റിഫിക്കലി ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ആണ് നല്ലതെന്ന് പറയുന്നത്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈമില് ഫുഡ് കഴിക്കാതിരുന്നിട്ട് കൃത്യസമയത്ത് ഒരു പീരീഡ് ഓഫ് ടൈം കൺസിഡർ ചെയ്തിട്ട് ആ സമയത്ത് മാത്രം ഫുഡ് കഴിക്കാതിരിക്കുക. അതിൽ വെള്ളം കുടിക്കട്ടോ, വെള്ളം കുടിക്കാതിരിക്കുന്നില്ല, ഫുഡ് കഴിക്കാതിരിക്കുക. അത് നമ്മൾ സ്ലീപ്പിന് ഡിസ്റ്റർബൻസസ് ഒന്നും വരുന്നില്ല അവിടെ. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്താണ്? ഈ റമദാൻ ഫാസ്റ്റിംഗ് എന്താണ്? ഇത് രണ്ടും രണ്ടാണെന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയാം.
നിങ്ങൾ വേണമെങ്കിൽ ഒരു എക്സ്പെർട്ട് സൂപ്പർവിഷനിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ അതുപോലെയല്ല റമദാനിലുള്ള ഫാസ്റ്റിംഗ്. ശരീരത്തിന് ഫുള്ളായിട്ട് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരു രീതിയാണത്. അതിൽ ഹെൽത്ത് വൈസ് ആയിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല. ഇനി ഈ നോമ്പിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ആൾക്കാരോടാണ്, നിങ്ങളെ വീട്ടിൽ പുറത്ത് പറയാൻ പറ്റുന്നില്ലേ, നിങ്ങൾ കള്ളനോമ്പ് എടുക്കാണോ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എങ്ങനെയെങ്കിലും വെള്ളം കുടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ചിലപ്പം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും വെള്ളം കുടിക്കാൻ നോക്കുക. അങ്ങനെ കള്ളനോമ്പ് എടുക്കുക. അപ്പോൾ നോമ്പിന്റെ 10 ഗുണങ്ങൾ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഇനിയും ഇതുപോലെ നാസർ കണ്ടുപിടിച്ച ഒരുപാട് ഗുണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നാസറിന്റെ റിസർച്ച് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.